കണ്ടീഷണൽ പ്രോബബിലിറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതേ സെയിം കോൺസെപ്റ്റ് ആണ് ഇനി വരുന്നത്, കണ്ടീഷണൽ ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, ദാറ്റ് മീൻസ് നമുക്ക് ജോയിൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കണ്ടീഷണൽ ഡിസ്ട്രിബ്യൂഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യുക. നമുക്ക് രണ്ട് റാൻഡം വേരിയബിൾസ് ഉണ്ടെന്ന് വെക്കുക, എക്സും വൈയും. കണ്ടീഷണൽ പി എം എഫ് ആവാം ഓർ പി എം എഫ് ആവാം. നമുക്ക് തന്നേക്കുന്നത് പി ഡി എഫ് ആവാം. എഫ് ഓഫ് എക്സ് ഗിവൺ വൈ അല്ലെങ്കിൽ എഫ് ഓഫ് വൈ ഗിവൺ എക്സ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പോവാണ്. എഫ് ഓഫ് എക്സ് ഗിവൺ വൈ എന്ന് പറയുമ്പോൾ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ എഫ് ഓഫ് എക്സ് വൈ ഡിവൈഡ് ബൈ എഫ് ടു ഓഫ് വൈ. എഫ് ടു ഓഫ് വൈ ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം. നമ്മൾ കണ്ടീഷണൽ പ്രോബബിലിറ്റി പഠിച്ചിട്ടുണ്ടല്ലോ, പി ഓഫ് എ ഗിവൺ ബി ഈക്വൽ ടു പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ബൈ പി ഓഫ് ബി. സെയിം, ഓൾമോസ്റ്റ് ആ കോൺസെപ്റ്റ്, ഓൾമോസ്റ്റ്. ഓക്കെ, എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഇതും വരിക. അപ്പോൾ പി എക്സ് ഗിവൺ വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ ഡിവൈഡ് ബൈ എഫ് ടു ഓഫ് വൈ. കണ്ടീഷണൽ ഡിസ്ട്രിബ്യൂഷനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ദെൻ എഫ് ഓഫ് വൈ ഗിവൺ എക്സ്, വൈ ഗിവൺ എക്സ് ആകുമ്പോൾ എന്ത് വരും, ഡിനോമിനേറ്റർ അല്ലെങ്കിൽ സഫിക്സ് ഡിനോമിനേറ്ററിൽ എഫ് വൺ ഓഫ് എക്സ് വേണം വരാൻ. എഫ് ഓഫ് എക്സ് വൈ ഡിവൈഡ് ബൈ എഫ് വൺ ഓഫ് എക്സ്. എഫ് ഓഫ് എക്സ് വൈ എന്താണ്, നമ്മുടെ പി ഡി എഫ് അല്ലെങ്കിൽ പി എം എഫ്. എഫ് വൺ ഓഫ് എക്സ് അല്ലെങ്കിൽ എഫ് ടു ഓഫ് വൈ എന്ന് പറയുന്നത് എന്താണ്, മാർജിനൽ പി എം എഫ് അല്ലെങ്കിൽ മാർജിനൽ പി ഡി എഫ്. ഓക്കെ, ഈ രണ്ട് ഇക്വേഷൻസ് വെച്ചിട്ടാണ് കണ്ടീഷണൽ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നത്. ജോയിന്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ മാത്രമാണ് നമ്മൾ ഈ പാറ്റേൺ യൂസ് ചെയ്യുക. അല്ല എങ്കിൽ സിംഗിൾ വേരിയറ്റിന്റെ കണ്ടീഷണൽ നമുക്ക് പഠിക്കാനല്ല, ജസ്റ്റ് പ്രോബബിലിറ്റിയുടെ കണ്ടീഷണൽ പ്രോബബിലിറ്റി പഠിക്കാനായിട്ടുള്ളൂ. ഓക്കെ, നമുക്കൊരു പ്രോബ്ലം ഡിസ്കസ് ചെയ്യാം. ലെറ്റ് എക്സ് ആൻഡ് വൈ ബി എ പെയർ ഓഫ് discrete random variables with joint probability distribution as follows. Probability distribution ആണ് തന്നേക്കുന്നത്, function അല്ല. Then x can take 0, 1, 2 and y also can take 0, 1, 2. അപ്പോൾ എക്സിന് 0യും വൈക്ക് 0യും വരുമ്പോഴുള്ള പ്രോബബിലിറ്റി എന്താണ്, 1/24. എക്സിന് 1ഉം വൈക്ക് 0യും വരുമ്പോൾ എന്താണ്, 2/24. ഓക്കെ, ഈ പാറ്റേൺസിലുള്ള എക്സ്പ്ലനേഷൻ, ഐ മീൻ നമ്മുടെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ മാത്രമായിട്ടൊക്കെ നമ്മൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇനിയും പ്രോബ്ലം വരുന്നത്, ക്വസ്റ്റ്യൻ വരുന്നത്, ഫൈൻഡ് ദ കണ്ടീഷണൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് y given x equal to 2. y given x equal to 2. Then next one, find the conditional distribution of x given y equal to 1. Okay, അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇക്വേഷൻസ് എഴുതാം. ആ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു, conditional distribution of y given x equal to 2. that means x ന്റെ ടേം എപ്പോഴും 2 ആയിരിക്കണം. yക്ക് വാല്യൂ വേരി ചെയ്യാം, അല്ലെങ്കിൽ yനെ നമുക്ക് yക്ക് കൊടുക്കാൻ പറ്റുന്ന മാക്സിമം പോസിബിൾ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. then f of y given x എന്താണെന്ന് നമ്മൾ പറഞ്ഞു, എപ്പോഴും സ്മോൾ f of y given x എന്താണെന്നാണ് നമ്മൾ പറഞ്ഞേ, f of xy by f1 of x എന്നായിരുന്നു ഇക്വേഷൻ വരിക. ഇവിടെ എന്താണോ രണ്ടാമത് വരുന്ന ടൈം അതായിരിക്കും, അതിന്റെ റിലേറ്റഡ് ഫംഗ്ഷൻ ആണ് സഫിക്സ് ഡിനോമിനേറ്ററിൽ വരിക. ഓക്കെ, അങ്ങനാണെങ്കിൽ നമുക്കിവിടെ തന്നേക്കുന്നത് y given x equal to 2 എന്നാണ്. ദാറ്റ് മീൻസ് f of x-ന് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, 2y divided by f1 of 2. f of 2y എന്ന് പറയുമ്പോൾ yക്ക് എടുക്കാൻ പറ്റുന്ന വാല്യൂസ് ഏതൊക്കെയാ, y can take 0, 1 and 2. that means 2, 0 പോസിബിൾ ആണ്, അതുപോലെ 2, 1 പോസിബിൾ ആണ്, then 2, 2 പോസിബിൾ ആണ്. ഈ എല്ലാ കേസസും നമ്മൾ നോക്കണം. ന്യൂമറേറ്റർ മാത്രമാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ. അപ്പം നമുക്ക് വരിക f of 2, 0. നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, f of ആദ്യം എന്ത് ചെയ്യണം, yക്ക് എടുക്കാൻ പറ്റുന്ന വാല്യൂസ്, ദാറ്റ് മീൻസ് f of y equal to 0 given x equal to 2 ഫൈൻഡ് ഔട്ട് ചെയ്യണം. അതിനുശേഷം yക്ക് എടുക്കാൻ പറ്റുന്ന അടുത്ത വാല്യൂ എന്താ, y equal to 1, x equal to 2 ഫൈൻഡ് ഔട്ട് ചെയ്യണം. then y equal to 2 given x equal to 2 ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഓക്കെ, yക്ക് കൊടുക്കാൻ പറ്റുന്ന മാക്സിമം വാല്യൂസ് കൊടുക്കണം. അപ്പോൾ f of y, ഓക്കെ, ഫോർ ഫസ്റ്റ് കേസ് f of y equal to 0 given x equal to 2 ആണെന്ന് വെക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, f of 2, 0 അല്ലെ, f of x y എന്നല്ലേ നമ്മൾ എപ്പോഴും എഴുതാം. അപ്പോൾ x 2 ആണ്, 2, 0 ഡിവൈഡ് ബൈ f1 of 2 എന്ന് എഴുതാം. ഓക്കെ, f1
1 എന്ന് ഇവിടെ സഫിക്സ് 1 കണ്ട ഓർത്തോളം എക്സ് റിലേറ്റഡ് ടേം ആണത്. മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എക്സ് ആണ്. എഫ് ഓഫ് 20 എന്ത് വരും? അതായത് x2ഉം y0 ആകുമ്പോഴുള്ള പ്രോബബിലിറ്റി എന്താ? x2 this one. y0 എന്ന് പറയുമ്പോൾ ഇത് രണ്ടും കൂടെ കോയിൻസൈഡ് ചെയ്യുന്നിടത്ത് 4/24 ആണ്. അത് നമുക്കറിയാം 4/24. പക്ഷെ നമുക്ക് f1 of 2 അറിഞ്ഞൂടാ. f1 of 2 എന്ന് പറയുമ്പോൾ നമ്മുടെ മാർജിനൽ ഡിസ്ട്രിബ്യൂഷന്റെ ഇക്വേഷൻ യൂസ് ചെയ്ത് f1 of 2 ഫസ്റ്റ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പൊ f1 of 2 ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് ബാക്കി റിലേറ്റഡ് പ്രോബ്ലംസ് മീൻസ് സ്റ്റെപ്സ് നമുക്ക് ചെയ്യാം. ദെൻ f1 of 2 എന്ന് പറയുന്നത് എന്ത് വരും? നമ്മുടെ f1 of xന്റെ ഇക്വേഷൻ എന്താ? f1 of x എന്ന് പറയുന്നത് എന്തായിരുന്നു? ഏതിനെ നമ്മൾ കളയേണ്ടത്? xന്റെ ടേം മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. ഇവിടെ ഡിസ്ക്രീറ്റ് ആൻഡ് സമേഷൻ എടുക്കാം. സമേഷൻ y f of x y എന്നല്ലേ നമ്മൾ പറഞ്ഞേക്കുന്നത്. അപ്പൊ f1 of 2 എന്തായിരിക്കണം? സമേഷൻ y f of 2y എന്നായിരിക്കും വരിക അല്ലേ? ദാറ്റ് മീൻസ് this is equal to y ക്ക് കൊടുക്കാൻ പറ്റുന്ന വാല്യൂ 0 to 2. y യുടെ വാല്യൂ വേരി ചെയ്യാം. 2 0 ഫസ്റ്റ് y ക്ക് 0 കൊടുത്തു പ്ലസ് f of 2 1 പ്ലസ് f of 2 2. ഓക്കെ, അപ്പോൾ ഇവിടെ ഡിഫറെന്റ് വാല്യൂസ് വരിക എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ മൊത്തത്തിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം കേട്ടോ. നമ്മുടെ എഫ് ഓഫ് വൈ ഗിവൺ ഇവിടെ വരുമ്പോൾ കണ്ടീഷണൽ വരും. ഇവിടെ ഈ കേസ് താഴെ ഡിനോമിനേറ്ററിൽ വരുമ്പോൾ നമുക്ക് ഡിനോമിനേറ്റർ ചെയ്യുമ്പോൾ നമുക്ക് ജസ്റ്റ് വൈയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അതിന് കറസ്പോണ്ടിങ് പ്രോബബിലിറ്റി എഴുതിയാൽ മതി. ഇവിടെ ആണെങ്കിൽ ഓരോ കേസസും കണ്ടീഷണൽ ആയിട്ട് തന്നെ എടുക്കണം. ദാറ്റ് മീൻസ് y1 വരുമ്പോൾ അങ്ങനെ എല്ലാ കേസസും എടുക്കണം. ഓക്കെ, f of 20 എന്താണ്? f of 20 എന്ന് പറയുമ്പോൾ x2 ഉം y0 that's equal to 4/24. f of 21 എന്താണ്? x2 ഉം y1 ഉം x2 ഉം y1 എന്ന് പറയുമ്പോൾ this one x2 ഇത് y1 എന്ന് പറയുമ്പോൾ 4/24 again 4/24. okay, last one 2 എന്ന് പറയുന്നത് നമുക്ക് ഓൾമോസ്റ്റ് 2/24 ആണ് വരിക. ഇതിൻ്റെ എല്ലാം കൂടെ സം എന്തൊരു 8 + 2 10/24 എന്ന് വന്നു. സിംപ്ലിഫൈ ചെയ്യുകയൊന്നും വേണ്ട, നമുക്ക് ഇതിന് ഇനിയും കാൽക്കുലേഷൻ വരുന്നുണ്ട്. അപ്പം എപ്പോഴും ഡിനോമിനേറ്റർ ഒരേപോലെ കിടക്കുന്നതാണ് ബെറ്റർ. f1 of 2 കിട്ടി. f1 of 2 എന്ന് പറയുന്നത് എന്താണ്? 10/24 റൈറ്റ്. ഇനി നമുക്ക് f of y നമ്മളിവിടെ പറഞ്ഞിരുന്നത് എന്താണ്? f of y given x equal to 2. അപ്പോൾ f of y given x equal to 2 എന്ന് പറയുമ്പോൾ ഏതൊക്കെ കേസസ് നമുക്ക് എടുക്കാം? f of y equal to 1 given x equal to 2. ഇതാണ് നമുക്ക് ഫസ്റ്റ് പോസിബിൾ. y1 അല്ലോ y0, ഏറ്റവും സ്മോളസ്റ്റ് വാല്യൂ 0 ആണല്ലോ നമുക്ക് എക്സിന് വൈക്ക് തന്നേക്കുന്ന റേഞ്ച് അല്ലേ? y ഏറ്റവും സ്മോളസ്റ്റ് വാല്യൂ 0 ആണ് പറ്റുക. അപ്പോൾ y equal to 0 given x equal to 2. That means equation എന്തൊരു? f of 20 divided by f1 of 2. f1 of 2 നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തു. f of 20 എന്ന് പറയുന്നത് എന്തൊരു? നെക്സ്റ്റ് ടേബിൾ എടുക്കുക. f of 20 എക്സിന് 2ഉം yക്ക് 0, അതെന്താണ്? 4/24. ഇത് നമ്മൾ ജസ്റ്റ് കുറച്ച് മുന്നേ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. അവിടെ നിന്നാണ് നമ്മൾ f1 of 2 ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് റീഡയറക്റ്റ് ആയി പോയത്. നമുക്ക് ഡിനോമിനേറ്ററും കൊടുക്കാം. 10/24 എന്ത് വരും? 24 ക്യാൻസൽ, then 4/10. അടുത്തത് ഏതാ? f of y equal to 1 given x equal to 2. That means f of 1 divided by f1 of 2. f of 1 എന്ത് വരും? ടേബിൾ എടുക്കാം. 1 എന്ന് പറയുമ്പോൾ x2 ഉം y1 ഉം. That means again 4/24. 4/24 divided by f1 of 2, 10/24. This is again equal to 4/10. Next one, f of y equal to the next value the y can take is 2 given x equal to 2. This is equal to f of 2 divided by f1 of 2. Okay, then f of 2 നമ്മുടെ ടേബിളിൽ നിന്ന് f of 2 എന്ന് പറയുമ്പോൾ x2 and y2. This is 2/4. Then 2/24. 2/24 divided by 10/24. This is equal to 2/10.
അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരുന്നത് conditional distribution of y given x equal to 2. കണ്ടീഷണൽ ഡിസ്ട്രിബ്യൂഷൻ തന്നെ നമ്മൾ എഴുതണം. ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, ഇവിടെ ഏതാണ് വേരി ചെയ്തേക്കുന്നത്, വൈയുടെ വാല്യൂ. എക്സ് കോൺസ്റ്റന്റ് ആണ്, മീൻസ് എക്സ് എപ്പോഴും 2 ആയിട്ട് തന്നെ ഇരിക്കണം. വൈയുടേത് മാത്രം വേരി ചെയ്തേക്കുന്നു. അതുകൊണ്ട് എന്ത് ചെയ്യാം, വൈയുടെ ഇത് എഴുതാം 0, 1 and 2 and f of y given x equal to 2. x ഇത് throughout the problem 2 ആയിരുന്നല്ലോ. then അപ്പോൾ പിന്നെ x equal to 2 എന്ന് മാത്രം എഴുതിയിട്ട് കാര്യമൊന്നുമില്ലല്ലോ. അതിന്റെ മാത്രം പ്രോബബിലിറ്റി ഒന്നും ഇവിടെ f1 of x മാത്രം നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുള്ളൂ. y 0 ആകുമ്പോൾ ഉള്ള പ്രോബബിലിറ്റി 4/10. then y 1 ആകുമ്പോൾ ഉള്ള പ്രോബബിലിറ്റി 4/10. f of y 2 ഇവിടെ നിന്നായിരുന്നു നമ്മൾ എടുക്കുന്നത്. y 2 ആവുക, x still 2 ആകുമ്പോൾ ഉള്ള പ്രോബബിലിറ്റി 2/10. അപ്പോൾ ആദ്യം ഏതെടുത്താൽ y 0 ആകുമ്പോൾ x 2 ആവുക, y 0 ആകുമ്പോൾ x 2 ആവുക, അതിന്റെ പ്രോബബിലിറ്റി 4/10. അടുത്തത് y 1 ആകുക, y can take 1 and x remains constant, that's 4/10, this one. okay, അപ്പോൾ ഫസ്റ്റ് സെറ്റ് കഴിഞ്ഞു. ഇനി ഒരു ക്വസ്റ്റ്യൻ ഇവിടെ വരുന്നുണ്ട്. find conditional distribution of x given y equal to 1. അപ്പോൾ എന്താ വേണ്ടേ, x given y equal to 1. ഇത് ഇക്വേഷൻ എന്ത് വരും, f of x given y equal to 1 എങ്ങനെ എഴുതാം, f of x1 divided by സഫിക്സിൽ എന്ത് വേണം, y-യുടെ ടേം f2 of y, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം f2 of 1. അപ്പൊ ഇങ്ങനത്തെ പ്രോബ്ലംസ് എന്ത് വന്നാലും മസ്റ്റ് ആയിട്ട് ഇക്വേഷൻ എഴുതുക f of x given y equal to f of xy divided by f2 of y. then next സ്റ്റെപ്പിൽ y-യുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, ഈ ഇക്വേഷൻസ് എഴുതുക. അപ്പൊ എന്തൊക്കെയാണ് പോസിബിൾ ആയിട്ട്, ഫസ്റ്റ് നമ്മൾ f2 of 1 ഫൈൻഡ് ഔട്ട് ചെയ്യണം. f2 of 1 മീൻസ് y-യുടെ വാല്യൂ 1 ആയിട്ട് തന്നെ നിൽക്കും. y വേരി ചെയ്യാൻ, y-യുടെ വാല്യൂ 1 ആയിട്ട്, y വേരി ചെയ്യാൻ പാടില്ല, പക്ഷെ x-ന് പല പല വാല്യൂസ് എടുക്കാം. അപ്പൊ f2 of 1 എന്ന് പറയുമ്പോൾ ഓർ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ y equal to 1 എന്ന് പറഞ്ഞ് എഴുതിക്കോളുക. x-ന്റെ വാല്യൂ വേരി ചെയ്യാം. അപ്പൊ എങ്ങനെ എഴുതാം, f of x-ന് എടുക്കാൻ പറ്റുന്ന മിനിമം വാല്യൂ 0, 0, 1 and plus f of 1, 1 plus f of y x ആണല്ലോ വേരി ചെയ്യുന്നത്, x ആണല്ലോ അത് എഴുതാം 2, 1. f of 0, 0, 1 എന്താണ്, x 0 y 1, x 0 y 1 എന്ന് പറയുമ്പോൾ 4/24. അപ്പൊ നമുക്ക് അത് എഴുതാം 4/24 plus f of 1, 1, x1 y1, x1 y1 എന്ന് പറയുമ്പോൾ ഇതൊരു x1 y1, that's 1/24. രണ്ടുകൂടെ കോയിൻസൈഡ് ചെയ്യുന്ന പോയിന്റ്, ഐ മീൻ ഒരു കോയിൻസൈഡ് ചെയ്യുന്ന വാല്യൂ 1/24. നെക്സ്റ്റ് വൺ f of 2, 1, f of 2, 1 എന്ന് പറയുമ്പോൾ x2 y1, 4/24, right? 4/24. This is equal to 9/24. f2 of 1 കിട്ടി, അല്ലെങ്കിൽ f2 of y equal to 1 കിട്ടി. അടുത്തത് നമുക്ക് ഇനിയും പോസിബിൾ ആയിട്ടുള്ളത് എന്തൊക്കെയാ, f of x-ന്റെ വാല്യൂ വേരി ചെയ്യാം, y 1 തന്നെയായിരിക്കണം. ദാറ്റ് മീൻസ് നമ്മൾ ഏതൊക്കെ ഫൈൻഡ് ഔട്ട് ചെയ്യണം, x-ന്റെ വാല്യൂ വേരി ചെയ്യാന്ന് പറയുമ്പോൾ f of x equal to 0, y 1, ആൻഡ് പിന്നെ ഏതൊക്കെ കേസായിരുന്നു, f of x equal to 1 given y 1, ആൻഡ് നെക്സ്റ്റ് വൺ f of x equal to 2 given y 1. ഈ 3 കേസസും ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പോൾ f of x equal to 0, y equal to 1 എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, f of 0, 1 divided by f2 of 1 അല്ലേ, y-യുടെ വാല്യൂ 1 ആയിട്ട് തന്നെ നിൽക്കുക, x-ന്റെ വാല്യൂ നമുക്ക് വേരി ചെയ്യാം. f of 0, 1 എന്ത് വരും, f of 0, 1 എന്ന് പറയുമ്പോൾ x 0 and y 1, 3/24. f of
സോറി എഫ് ഓഫ് 0 1 എന്ന് പറയുമ്പോൾ x0 y1 x0 y1 that's 4/24. നമ്മളിപ്പോൾ y2 പോലെയാണ് എടുത്തത് 4/24. അപ്പം എനിക്ക് എങ്ങനെ എഴുതാം 4/24 divided by 9/24. ഇതെന്തോന്നു 24 cancel ആയി 4/9. അടുത്ത എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1 ഗിവൺ y ഈക്വൽ ടു 1. എക്സും 1 ആയിരിക്കണം വൈയും 1 ആയിരിക്കണം. അപ്പം എന്ത് വരും എക്സ് 1 എന്ന് പറയുമ്പോൾ ഇവിടെ എത്തും അല്ലേ, y 1 എന്ന് പറയുമ്പോൾ ഇത് രണ്ടും കൂടെ കോയിൻസൈഡ് ചെയ്യുന്ന 1/24. അപ്പോൾ 1/24 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്തോന്നു 1/24 divided by 9/24. This is equal to 1/9. Third one എന്ത് വരും എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2 എക്സ് 2 y 1 ആണ് കേസ് എടുക്കുക. ദാറ്റ്സ് ഓൾമോസ്റ്റ്. വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം കേട്ടോ, എഫ് ഓഫ് 21 ബൈ f2 of y എന്ന് ഇക്വേഷൻ കാണിക്കുക കേട്ടോ. ദെൻ 4/24 divided by 9/24 എന്ന് വരും. ഓക്കെ 9/24. അപ്പം നമുക്ക് വരിക 24 ക്യാൻസൽ ആയ 4/9. ദെൻ എന്താണെന്ന് വെച്ചാൽ ആരായിരുന്നു ഇവിടെ കോൺസ്റ്റന്റ് മീൻസ് വൈനെ 1 ആയിട്ട് തന്നെ നിർത്തിയേക്കുമായിരുന്നു. വേരി ചെയ്തേക്കുന്ന ആള് എക്സ്. അപ്പൊ എക്സ് വേരി ചെയ്തേക്കുന്നതുകൊണ്ട് എക്സിന് കറസ്പോണ്ടിങ് വരുന്ന പ്രോബബിലിറ്റി വേണം എഴുതാൻ. എഫ് ഓഫ് എന്താ പറയണ്ട എക്സ് ഗിവൺ വൈ ഈക്വൽ ടു 1. വൈ എക്സിന് ഏത് വാല്യൂ വന്നാലും വൈ എന്താണ് 1 തന്നെയാണ്, കോൺസ്റ്റന്റ് ആണ്. അപ്പൊ എക്സിന് വരാൻ പറ്റുന്ന വാല്യൂസ് ഏതൊക്കെയായിരുന്നു 0 1 and 2. ആ എല്ലാ കേസസിലും എക്സ് 0 വന്നപ്പോഴും വൈ 1 തന്നെ, എക്സ് 1 വന്നപ്പോഴും y 1 തന്നെ, എക്സ് 2 വന്നപ്പോഴും y 1 തന്നെ. അപ്പോൾ ഓരോ കേസസ് എഴുതാം. ആദ്യത്തെ ഏതാ എക്സ് 0യും y 1ഉം ഇതാണല്ലോ. എക്സ് 0യും y 1ഉം വന്നപ്പോൾ എന്തായിരുന്നു 4/9. അടുത്തത് എക്സ് 1ഉം y 1ഉം. അപ്പോൾ എക്സ് 1ഉം y 1. ദാറ്റ് മീൻസ് ഇവിടെ എക്സിന് നമ്മൾ മുകളിൽ എന്താണ് വാല്യൂ കൊടുത്തേക്കുന്നത് ഇവിടെ കൺസിഡർ ചെയ്തേക്കുന്നത് അത് തന്നെ കൊടുക്കുക. എക്സ് 1ഉം y 1ഉം വന്നപ്പോൾ എന്ത് തോന്നുന്നു 1/9. അടുത്ത എന്തോരും 4/9. ഓക്കെ എല്ലാമായല്ലോ. അപ്പൊ ഇതേപോലെയാണ് നമ്മുടെ പ്രോബ്ലംസ് ചെയ്യുക. ദെൻ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ഈ പാറ്റേൺസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവും, അതൊന്ന് നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. താങ്ക് യു.